നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോടി മോളെ. മഴമോളെ സുന്ദരി വിളിച്ചോണ്ട് പോയതാന്ന് തോന്നുന്നു. എന്തു പറ്റിയേച്ചി? എന്താ എല്ലാവരുടെയും മുഖം വല്ലാതിരിക്കുന്നേ? അച്ഛമ്മേനെ വിളിച്ചോണ്ട് വരുമ്പോ ഓട്ടോ തന്നിട്ട് 2-3 പേര് നമ്മളെ പിടിച്ചോണ്ട് പോവാൻ നോക്കി. അയ്യോ, എന്നെ അവര് കൊണ്ടുപോയി അവരുടെ കാറിൽ കയറ്റിയതാ. അപ്പോഴാ MK മാസ്റ്റർ വന്നേ. മാസ്റ്റർ വന്ന് എന്നെ പിടിച്ചോണ്ട് പോവാൻ വന്നവരായിട്ട് ഉഗ്ര സ്റ്റണ്ടായിരുന്നു. മാസ്റ്റർ എന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. അവരൊരു വലിയ പിച്ചാത്തി എടുത്ത് മാസ്റ്ററിനെ വെട്ടി. അയ്യോ, മാസ്റ്ററിന്റെ കൈമുറിന് കുറെ ചോരയൊക്കെ വന്നു. അയ്യോ, എന്നിട്ട് അപ്പോഴേ അമ്മൂട്ടി ആദിയുടെ അച്ഛനും കൂടി വന്നു. എന്നിട്ട് ഞങ്ങൾ മാസ്റ്ററിനെ ആശുപത്രി കൊണ്ടുപോയി. ഇപ്പൊ MK മാസ്റ്റർ ആശുപത്രിയിലാ. അയ്യോ ദൈവമേ, എന്താ സുന്ദരി കേൾക്കുന്നേ? എന്താ പറ്റിയത്? പേടിക്കാൻ വേണ്ടി ഒന്നുമില്ലമ്മ. പുള്ളിക്കാരനിപ്പോ SR ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. എന്നിട്ട് അവനെ അവിടെ തനിച്ചു വിട്ടിട്ട് നിങ്ങൾ ഇങ്ങ് പോന്നു അല്ലേ? പിന്നല്ലാതെ ഈ കൊച്ചിനെ കൊണ്ട് പിന്നെ അവിടെ കാവലിരിക്കണം. അങ്ങനെ പേടിക്കാൻ തൊക്കെ കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസത്തേക്കൊന്ന് അഡ്മിറ്റ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും കാണില്ല. കുഴപ്പം എനിക്കല്ലേ ഉള്ളത്. ഏത് ഹോസ്പിറ്റലാണെന്നാ പറഞ്ഞത്? SR ഹോസ്പിറ്റൽ. ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് പോവാ. എനിക്ക് പോയല്ലേ പറ്റൂ. അങ്ങനെ സ്നേഹം വഴിയുന്നവരെ പോയി കാവലിരിക്കട്ടെ. വാ മോളെ, ഒന്ന് ഡ്രസ്സ് മാറി ഫ്രഷ് ആവാൻ നോക്കും. വാ. ചേച്ചി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല മാലിനി. അയാളെ മോളെ രക്ഷിച്ചത് എന്ന് കരുതി അവിടെ കൂട്ടിയിരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക്. എന്റെ മനസ്സ് അതിന് അനുവദിക്കില്ല. ഹലോ, ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. മാഡം, യെസ്, ഇവിടെ കാർത്തിക് എന്ന് പറഞ്ഞ ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു അടിപിടി കേസാ. പുള്ളി എവിടെയാ കിടത്തിരിക്കുന്നൊന്ന് പറഞ്ഞു തരുമോ? ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. കാർത്തികിനെ ഇപ്പോ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറില്, റൂം നമ്പർ 206. ഓക്കെ, ശരി. കാർത്തി, അമ്മ, എന്താടാ ഇത്? എന്താ പറ്റിയത് നിനക്ക്? എന്താ അമ്മ ഇത്? കരയാതിരിക്ക. നിന്നെ ഈ അവസ്ഥയെ കാണേണ്ടി വന്നല്ലോ മോനെ. നിനക്കിതെന്താ പറ്റിയത്? ആദ്യം അമ്മ ഈ കരച്ചിലൊന്ന് നിർത്ത. എന്നാലല്ലേ കാര്യം പറയാൻ പറ്റൂ. നീ ഇങ്ങനെ കിടക്കുന്നത് കണ്ട
എനിക്ക് കരയാതിരിക്കാൻ പറ്റുമോ മോനെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. മോളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പറ്റിയതല്ലേ, സാരമില്ല. ശരിക്കും മഴമോൾക്ക് എന്താ സംഭവിച്ചത്? സുന്ദരി ഒന്നും പറഞ്ഞില്ലേ? സുന്ദരി പറഞ്ഞതല്ലോ, നീ പറ, എന്നാലേ എനിക്ക് വിശ്വാസമാകൂ. നമ്മുടെ മഴമോളെ ആരൊക്കെയോ ചേർന്ന് പിടിച്ചോണ്ട് പോകാൻ നോക്കി. അപ്പോൾ അച്ഛമ്മയും കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനവിടെ ചെന്നതുകൊണ്ട് മോളെ രക്ഷിക്കാൻ പറ്റി. അവന്മാരുമായിട്ട് ചെറിയൊരു അടിപിടി ഉണ്ടായപ്പോ കൈയൊന്നും മുറിഞ്ഞു. ചെറിയ മുറിവാമ്മേ. ചെറിയ മുറിവോ? എന്നിട്ടാണോടെ ഈ അവസ്ഥയിലായത്? സാരമില്ലമ്മ, മോൾക്കൊന്നും പറ്റിയില്ലല്ലോ, അത് മതി. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവൾക്കൊരു കുഴപ്പമില്ല, അവള് സുഖമായിട്ടിരിക്കുന്നു. മോൾക്ക് വേണ്ടി നീ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും വേറെ ആരും നിന്നെ മനസ്സിലാക്കുന്നില്ലല്ലോടാ മോനെ. മറ്റുള്ളവർക്കൊക്കെ എന്നെ എന്തിനു മനസ്സിലാവണം? ഞാൻ എന്റെ മോൾക്ക് വേണ്ടി ചെയ്തതല്ലേ. ഒരച്ഛന്റെ കടമയല്ലേ അത്, മകളെ രക്ഷിക്കാന്ന് പറയുന്നത്. എനിക്ക് ആരുടെ അംഗീകാരമൊന്നും വേണ്ടമ്മ. അതല്ല ഞാൻ പറഞ്ഞത്. നീ ഇപ്പൊ പഴയ കാർത്തികേ അല്ല, ആളാകെ മാറിപ്പോയി. നല്ലത് മാത്രമേ നീ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുള്ളൂ. എന്നിട്ടും ആരും നിന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന വിഷമം അമ്മയ്ക്ക്. നിന്നെ ഒന്ന് ഉൾക്കൊള്ളാൻ ആരും തയ്യാറാവുന്നില്ലല്ലോ. സാരമില്ലമ്മ, അത് വിട്ടുകളാ. നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ആകെ സങ്കടമാ. കണ്ണി കണ്ട തല്ല് മുഴുവൻ നീ വാങ്ങിച്ചു കൂട്ടി, ദേഹം മുഴുവൻ മുറിവും വെച്ചു കെട്ടുക. ഈ ഒരു അവസ്ഥയില് നിനക്കൊറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയ്ക്കായ പിന്നെ ഒറ്റയ്ക്ക് ജീവിച്ചല്ലേ പറ്റൂ. എടാ കാർത്തി, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ അമ്മേ? എന്റെ മനസ്സ് പറയുന്നു, നിന്നെ സുന്ദരിയും ആ വീട്ടിലുള്ള മറ്റുള്ളവരും അംഗീകരിക്കണമെങ്കിൽ നീ ഇപ്പൊ എന്താണെന്ന് അവരുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കി കൊടുക്കണം. കുറച്ചു ദിവസം നീ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ ഉള്ളിലെ ഇപ്പോഴത്തെ നന്മ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റൂ. അതിനുള്ള വഴിയൊന്നും തൽക്കാലം ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ അമ്മ. അതിനൊരു വഴിയുണ്ട് മോനെ. എന്ത് വഴി? നീ ഡിസ്ചാർജ് ആവുമ്പോ ഞാൻ നിന്നെ സുന്ദരിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോട്ടെ. വേറൊന്നുമല്ല, നിന്റെ അസുഖം മുഴുവൻ മാറി ശരിയാകുന്നത് വരെ നിന്നെ ഞാൻ സുന്ദരിയുടെ വീട്ടിൽ നിർത്താം. ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. അതെ, ഈ മെഡിസിൻ എടുക്കണം. താഴത്തുനില്ലല്ലോ ഫാർമസി. ശരി സിസ്റ്റർ, ഞാൻ പോയിട്ട് വരാം. ഇത് കാർത്തിക് സാറോട് അമ്മയാണല്ലോ. മുറിക്കുള്ളിൽ യാരായിരിക്കും? ഭാഗ്യം അമ്മ എന്നെ കണ്ടില്ല. ஓஹோ, நம்ம கார்த்திக் சாரா? இவரு ஏன் இங்க வந்து இப்படியே கிடக்குற?
சார் கார்த்திக் சார் உங்களுக்கு என்னாச்சு சார்? ആ ഇതാര് സുബ്രോ എപ്പടി ഇருக்கு? അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. സാർക്ക് എന്നാச்சு? ഇത് ചെറിയൊരു ആക്സിഡന്റ്. சின்ன ஆக்சிடென்டா? எப்படி சார்? சூச்சிச்சு டிரைவ் ചെയ്യണ്ടേ சார்? வெளியே வச்சு உங்க அம்மாவை நான் பார்த்தேன். அப்பவே நினைச்சேன் சார் இங்க காணும்னு. சார் സാറക്കിட்ட ഒരു രഹസ്യം சொல்லட்டுமா? രഹസ്യമല്ലേ? സുബ്ര ധൈര്യമായിട്ട് പറഞ്ഞു. ഡയാന മാഡം